നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വീണ്ടും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടാനുള്ള ശ്രമത്തിലാണ് ഇ.ഡി. കുറ്റപത്രം സമർപ്പിക്കുക മാത്രമല്ല, ഏത് നിമിഷവും ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇടയുണ്ട് എന്ന ഒരു ഭീതി അന്തരീക്ഷത്തിൽ ഉയർത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധമാണെന്ന് ഉയർത്തിയത്. സംഘർഷത്തിൻ്റെ അവസ്ഥയിലാണ് ഡൽഹി. നിരോധനാജ്ഞ പോലും ലംഘിച്ച് സോണിയയെയും രാഹുലിനെയും വേട്ടയാടുന്നതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കുറേ കാലമായി നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ മൗനത്തിലായിരുന്നു ഇ.ഡി. നേരത്തെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 40-50 മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് ആണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സമാന്തരമായി ഇതേ കേസുകളിൽ CBIയും അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം 2008 എടുത്ത ഭൂമി ഇടപാടിൻ്റെ പേരിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വധേരയെയും ഹരിയാനയിൽ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരേ സമയം പ്രിയങ്കയുടെ ഭർത്താവായ വധേരയെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. വഖഫ് ബില്ല് രാജ്യത്ത് ഉയർത്തിയിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, വഖഫ് ബില്ല് നടപ്പാക്കുന്നതിനെതിരെ ബംഗാളിലും ഇതര സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും എല്ലാം ഉയരുന്ന പ്രതിഷേധങ്ങൾ, കേരളത്തിലും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ റാലി നടക്കുകയാണ്. അപ്പോൾ വഖഫ് നിയമം നടപ്പിലാക്കി മുനമ്പം ജനതയെ രക്ഷിക്കും എന്ന് പറഞ്ഞ BJPക്ക് ആ വാക്കും പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വഖഫ് ബില്ലിനെതിരെ രാജ്യത്ത് ഉയർന്നു വരുന്ന വിവാദങ്ങൾ വഴിതിരിച്ചുവിടാൻ, ആ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ച് ഇ.ഡി. സോണിയയെയും രാഹുലിനെയും വേട്ടയാടുന്നു എന്ന പ്രതീതി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ജനിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഗുജറാത്തിൽ പ്രത്യേക AICC സമ്മേളനം വിളിച്ചുകൊണ്ട് BJPയുടെ തട്ടകമായ ഗുജറാത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, മഹാത്മജിയുടെയും സർദാറിൻ്റെയും നാട്ടിൽ നിന്ന് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. ഇതെല്ലാം ആകണം വീണ്ടും പൊടി തട്ടിയെടുത്ത് നാഷണൽ ഹെറാൾഡ് കേസ് സജീവമായി നിർത്താൻ BJP മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പരാതിക്കാരനായ സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെടുന്നത് എത്രയും വേഗം സോണിയയെയും രാഹുൽ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യണമെന്നാണ്. അദ്ദേഹം ഇന്ന് പരസ്യമായി ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു.